ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു ജ്യൂസുമായിട്ടാണ്. ഈ ജ്യൂസിൻ്റെ പേരാണ് ബീട്രൂട്ട് ജ്യൂസ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ട് നമുക്ക് തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ബീട്രൂട്ട് എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞ്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വട്ടത്തിൽ അരിഞ്ഞ് എടുക്കണം. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സൈസിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബീട്രൂട്ട് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ കുക്കർ ഉപയോഗിച്ചിട്ടാണ് വേവിക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതെല്ലാം അരിഞ്ഞു വെച്ച ബീട്രൂട്ടെല്ലാം ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് ജ്യൂസ് ഗ്ലാസ്സാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഒഴിക്കുക. ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു ഗ്യാസ് അടുപ്പിലേക്ക് തീ ഓണാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിവിടെ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കി 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാ വിസിലും വന്നതിന് ശേഷം ഞാനിവിടെ ഓഫാക്കി വെച്ചതാണ്. ഇനി ഇതിലെ എയർ പോകുന്നതിന് വേണ്ടി കാത്തിരിക്കാം. എയർ പോയതിന് ശേഷം ഇത് നമുക്ക് തുറക്കാം. ഇപ്പോൾ ഞാനിവിടെ എയർ പോയതിന് ശേഷം ഇതിവിടെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് പാകത്തിന് വേവായിട്ടുണ്ട്. വല്ലാതെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലെ ഈ വെള്ളം കൂട്ടിയാണ് നമുക്ക് ജ്യൂസ് അടിച്ച് എടുക്കേണ്ടത്. ഇനി ഒരു പാത്രം എടുത്ത് നമുക്കിതിലേക്ക് ബീട്രൂട്ടെല്ലാം മാറ്റി എടുക്കാം. ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി നല്ല ചൂടാണ്, നല്ല ആവിയൊക്കെ പോകുന്നുണ്ട്. ഇത് ഇനി നമുക്ക് തണുപ്പിച്ച് എടുക്കാം. തണുപ്പിച്ചതിന് ശേഷം ജ്യൂസ് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ പോയി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജ്യൂസ് ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് ജ്യൂസ് അടിച്ച് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ജ്യൂസ് ജാറിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ വെള്ളവും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനം എന്തെന്ന് വെച്ചാൽ 3 ഏലക്ക, അതുപോലെ പഞ്ചസാര,
പഞ്ചസാര ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർക്കാം. അതിനായി ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ നല്ല പശുവിൻ പാൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നല്ല പത പോലെ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ച് അരിച്ച് എടുക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബീട്രൂട്ടും ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് എടുക്കണം. അപ്പോൾ അതും ഞാനിവിടെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഈ ജ്യൂസിൽ നമ്മൾ ബീട്രൂട്ട് ഒരിക്കലും കൂടിപ്പോകരുത്. അത് പാല് കൂടിയാലും കുഴപ്പമില്ല, ബീട്രൂട്ട് കൂടിപ്പോയാൽ ഒരു ചമർപ്പുണ്ടാവും. ബീട്രൂട്ടിൻ്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെയെന്ന് പറയുന്നത് ഏലക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചമർപ്പ് നമുക്ക് വല്ലാതെ അങ്ങോട്ട് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ജ്യൂസിൻ്റെ വിവരങ്ങൾ. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞാലാണ് ഈ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. ഞാനിവിടെ തണുത്ത പാലല്ല ഒഴിച്ചത്. തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ അതേ പാടെ നമുക്ക് സെർവ് ചെയ്ത് കുടിക്കാം. അപ്പോൾ ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം. ഇനി നമുക്കിത് തുറന്ന് നോക്കി മേലെ പത പോലെയാണുള്ളത്. ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഈ ജ്യൂസ് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാൻ കാരണം ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ബീട്രൂട്ട് ജ്യൂസായിരുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് എന്ത് ജ്യൂസാണ് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസിൻ്റെ റെസിപ്പീസ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവരോടും നന്ദി. താങ്ക് യു ഫോർ ദ വാച്ചിങ്.